പ്രമേഹമാണെങ്കിലും പൊണ്ണത്തടിയാണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അമിതമായിട്ടുള്ള ഷുഗർ നമ്മുടെ ശരീരത്തിലോട്ട് വരാനായിട്ട് പാടില്ല. അങ്ങനെ ഷുഗർ അമിതമായി വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ അമിതമായി പാൻക്രിയാസിൽ നിന്നുണ്ടാകുകയും കുറേ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരും. അതിനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ പല അസുഖങ്ങളുടെയും മൂലകാരണം. പണ്ടത്തെ ആളുകളൊക്കെ ആഹാരം കിട്ടുമ്പോൾ മാത്രമേ ആഹാരം കഴിച്ചിരുന്നുള്ളൂ. അതുമാത്രമല്ല, പണ്ട് ഉള്ള ആളുകൾ ഒരു 7 മണിക്ക് ശേഷം ആഹാരം കഴിക്കാറില്ല. അതുപോലെ നല്ലോണം അധ്വാനിക്കുകയും ചെയ്യും, അല്ലേ? അങ്ങനെയാണ് മിക്ക ആളുകളും. രാത്രിയാവുന്ന സമയത്ത് കറണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രാത്രി നേരത്തെ കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈലിലായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഇത്രയധികം പൊണ്ണത്തടിയും അതുപോലെ തന്നെ പല പ്രമേഹവും ഉണ്ടാകാനുള്ള കാരണം തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ മാറിയതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം രാത്രിയാകുമ്പോഴാണ് നമ്മൾ എൻജോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ടികളിൽ പോകുന്നു, കല്യാണങ്ങൾക്കും വിരുന്നുകൾക്കും, അല്ല ഡോക്ടേഴ്സിൻ്റെ എല്ലാ പ്രോഗ്രാമും രാത്രിയാണ്. 8 മണിക്ക് ശേഷമാണ് മിക്ക പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് ഡൈനിങ് ഉണ്ടാവും, ബുഫേ ആയിരിക്കും മിക്ക ആളുകളും കഴിക്കും. അതുകൊണ്ടാണ് മിക്ക ഡോക്ടേഴ്സിനെല്ലാം പൊണ്ണത്തടി ഉള്ളത്. കാരണം കഴിക്കുന്നതേ ലേറ്റായിട്ടാണ്, ഹെവി ഡിന്നറാണ് കഴിക്കുന്നത്. പിന്നെ ഇരുന്നിട്ടുള്ള ജോലിയാണ് മിക്ക ആളുകളും ചെയ്യുന്നത്. ഇനിയുള്ള കാര്യവും, നമ്മൾ ഇത്തരമധികം മധുരപലഹാരങ്ങളും രാത്രി കഴിക്കാറുണ്ട്, ഇല്ലേ? ഇതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം വിൻഡോ പീരീഡ് ഇടുക എന്നുള്ളതാണ്. അതായത് ആഹാരം കഴിക്കാതെ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇരിക്കണം എന്നാണ് പറയുന്നത്. Was the before and after of that 72-day fast? So, diabetes, blood pressure normalized, weight loss, tremendous weight loss. I mean, I think she lost about 55, 60 pounds. 72 ദിവസമൊക്കെ ആഹാരം കഴിക്കാതിരുന്ന വ്യക്തികൾ ലോകത്തുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഗ്യാപ്പ് ഇടുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളൊരു 8 മണിക്ക് ആഹാരം കഴിഞ്ഞെന്ന് കരുതിക്കും. പിറ്റേ ദിവസം രാവിലെ 6 മണിക്കോ 7 മണിക്കോ ഒക്കെയാണ് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇത് പോരാ. ഇതൊരു 10 മണിക്കൂർ റെസ്റ്റ് മാത്രമേ നമ്മുടെ വയറിനും അതുപോലുള്ള അനുബന്ധമായിട്ടുള്ള സാധനങ്ങൾക്കും കിട്ടുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ റെസ്റ്റ് കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആഹാരം ഒരു 6 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക വൈകുന്നേരം. അപ്പം പലരും ചോദിക്കും, രാത്രി വിശക്കില്ലേന്ന്. രാത്രി വിശക്കുവാണെങ്കിൽ ആ സമയത്ത് സാലഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ വെള്ളരിക്ക, ക്യാരറ്റ് പോലുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ, അല്ലെങ്കിൽ ആൽമണ്ടോ, അല്ലെങ്കിൽ ഒരു പംകിൻ സീഡോ കഴിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പം അതും സ്റ്റോപ്പ് ചെയ്യുക. ആദ്യത്തെ കുറച്ച് ദിവസം കഴിയുമ്പം ആ വിശപ്പങ്ങ് മാറും. അതായത് ആ വിശപ്പ് തോന്നുന്ന സമയത്ത് എന്തെങ്കിലും കൊടുക്കുക, പംകിൻ സീഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് നമ്മുടെ വിശപ്പ് മാറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ, 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 6 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 7 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു രാവിലെ 7 മണി വരെ പറ്റുമെങ്കിൽ പിടിച്ച് നിൽക്കുക. 12 മണിക്കൂർ ആയല്ലോ, 12 മണിക്കൂർ ഫാസ്റ്റിംഗ് തന്നെ ചെയ്യുക. 12 മണിക്കൂർ ഫാസ്റ്റിംഗ് പറ്റില്ലെങ്കിൽ 11 മണിക്കൂർ ചെയ്യുക. 11 മണിക്കൂർ ഫാസ്റ്റിംഗ് പറ്റില്ലെങ്കിൽ 10 മണിക്കൂർ ചെയ്യുക. പതുക്കെ ഈ ഒരു ഡ്യൂറേഷൻ കൂട്ടാനായിട്ട് നോക്കുക. 11 മണിക്കൂർ ആക്കുക, 12 മണിക്കൂർ ആക്കുക, 13 മണിക്കൂർ ആക്കുക, 14 മണിക്കൂർ ആക്കുക. പറ്റുമെങ്കിൽ 18 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് കൊണ്ടുവരാനായിട്ട് നോക്കുക. പതുക്കെ കൊണ്ടുവരാവൂ, ഒറ്റയടിക്ക് കൊണ്ടുവരരുത്. ഒറ്റയടിക്ക് കൊണ്ടുവന്നാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. ഈ 18 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കാരണം ഒരു 10-12 മണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതായത് ബ്ലഡിലൊക്കെ ഒഴുകുന്നതും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൂക്കോസ് എല്ലാം കുറേയൊക്കെ യൂസ് ചെയ്ത് കഴിയും. പിന്നുള്ളത് കൊഴുപ്പിൽ നിന്ന് എടുക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ഫാറ്റ് ഉരുകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണം, ഈ വയറിന് ചുറ്റുമുള്ള ഒരു വണ്ണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രശ്നം ആണ്. കാരണം അത് വിസറൽ ഫാറ്റാണ്. ഈ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിന് ചുറ്റുമുണ്ട്, അതാണ് ഫാറ്റി ലിവർ. അതുപോലെ വൃക്കയുടെ ചുറ്റുമുണ്ട്. നമ്മുടെ എല്ലാ ഓർഗൻസിനും ചുറ്റും ഈ കൊഴുപ്പ് അടിഞ്ഞിരിക്കുകയാണ്. ഇതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കൊഴുപ്പാണ്. സാധാരണ നമ്മുടെ കയ്യിലോ അതുപോലെ മുഖത്തോ ഉള്ള കൊഴുപ്പ് പോലത്തെ അല്ല വയറിലെ കൊഴുപ്പ്. ഈ വിസറൽ ഫാറ്റ് വളരെ ഡേഞ്ചറസ് ആണ്. അത് ഇങ്ങനെ ഇരുന്ന് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാക്കും. സന്ധിവേദന ഉണ്ടാക്കും, പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ഹാർട്ടിൽ ബ്ലോക്ക് വരെ ഉണ്ടാക്കും. ഹാർട്ടിൻ്റെ വെസൽസിൽ പോലും ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ വിസറൽ ഫാറ്റ് നമ്മൾ എരിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. ഏകദേശം ഒരു 14 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂറെങ്കിലും ഫാസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് പതുക്കെ ഈ ഒരു ടൈം പീരീഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ല റിസൾട്ടാണ് നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാകുന്നത്. അതായത് അമിതമായിട്ട് വലിയൊരു അധ്വാനമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും പറ്റും, പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാനും പറ്റും, അതുപോലെ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനും പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു സാധനം ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പറയാം. നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം വെള്ളം കുടിക്കണ്ടേ? ഉറപ്പായിട്ടും വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുക, 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം എപ്പോഴൊക്കെ വിശപ്പ് തോന്നുന്നു അപ്പോഴൊക്കെ വെള്ളം കുടിക്കുക. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ശീലമായി മാറും. ഇനി സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഗ്രീൻ ടീ കുടിക്കാവോ, അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുടിക്കാവോ? ഗ്രീൻ ടീയും കുടിക്കാം, കുഴപ്പമില്ല. കാലറി ഇല്ലാത്ത എല്ലാ സാധനവും കുടിക്കാം.
ഞാൻ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞപ്പം പല ആളുകളും ചോദിച്ചത് എന്ത് ചായയിൽ മധുരമിട്ട് കുടിക്കാമോ, ചായ ഇല്ലാതെ നമുക്ക് അല്ലെങ്കിൽ പാൽ ചായ ഇല്ലാതെ എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് മാറി ഗ്രീൻ ടീയിലോട്ട് മാറാൻ നോക്കുക. ചില ആളുകൾ ചോദിച്ച് വെള്ളം കുടിക്കാമെന്നല്ല പറഞ്ഞ് മദ്യം കുടിക്കാമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്, പെപ്സി കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാലറി ഉള്ള ഏത് സാധനവും കുടിക്കാൻ പറ്റില്ല. അങ്ങനെ കാലറി ഇല്ലാത്ത സാധനം വേണമെങ്കിൽ കുടിക്കാം. കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം നടക്കുക. അതായത് ഓട്ടോഫേജി എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോകും. നമ്മുടെ ഈ കോശങ്ങളൊക്കെ നശിക്കുന്നുണ്ട്, പല കോശങ്ങളും ഡാമേജ് ആവുന്നുണ്ട്, ചില ക്യാൻസറസ് സെൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മളിങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു നശിച്ച കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കില്ല, അതിനെയും കൂടെ ഇല്ലാതാക്കുകയും പല സെൽസിനെ റിപ്പയർ ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ രാത്രി ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ശരീരം ഒന്ന് റീസെറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മൾ സാധാരണ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ റിപ്പയറിങ് സിസ്റ്റവും നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ബ്രെയിൻ ആണെങ്കിലും അതുപോലെ കരളാണെങ്കിലും വൃക്കയാണെങ്കിലും കുടലുകളും അതുപോലെ വയറും എല്ലാം റിപ്പയറിങ് നടക്കുന്ന ഈ ഒരു സമയത്താണ്. നമ്മൾ ആ സമയത്താണ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നല്ല ആഹാരം കഴിക്കുന്നത്, നല്ല ജങ്ക് ഫുഡ്സും പിസയും ബർഗറും അല്ലെങ്കിൽ വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഫാറ്റ് റിച്ച് മീലൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി മൊത്തം എങ്ങോട്ട് പോകും? വയറിലോട്ട് പോകും. റിപ്പയറിങ് നടക്കില്ല. ദഹിക്കാനും അതുപോലെ ദഹനത്തിന് വേണ്ടിയാണ് എൻസൈംസ് എല്ലാം വന്ന് ഒരു 3-4 മണിക്കൂർ ദഹനത്തിന് വേണ്ടി പോകും. പിന്നെ നമ്മൾ 2-3 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേക്കും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരം റിപ്പയർ ആവില്ല. അപ്പോൾ ഒരു കാരണവശാലും ലേറ്റായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇനി 1-2 ദിവസം വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നും ഇങ്ങനെ ലേറ്റായിട്ട് ആഹാരം കഴിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും പതുക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ചെറിയ കാര്യമാണ്, എല്ലാവരും ചെയ്യുന്നില്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ നമുക്ക് പ്രമേഹം വരും, എല്ലാവരെയും പോലെ നമുക്ക് പൊണ്ണത്തടി വരും. ഇപ്പം പ്രമേഹം അത്രമാത്രം കോമൺ ആണ്. 3 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ പ്രമേഹം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആണ് ഇന്ത്യ. അത്രമാത്രം പ്രമേഹ രോഗികളാണ് ഇന്ത്യ വരുന്നത്. 100 കോടി ആളുകളാണെന്ന് പറയുന്നത്. പ്രമേഹം അത്ര പ്രശ്നക്കാരനാണ്. കാരണം കുറേ നാൾ പ്രമേഹം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കരളിന് പ്രോബ്ലം ഉണ്ടാവാം, നമ്മുടെ വൃക്കയ്ക്ക് പ്രശ്നം ഉണ്ടാവാം, കണ്ണിന് പ്രോബ്ലം ഉണ്ടാവാം, കാലിൽ തരിപ്പുണ്ടാവാം, ഒരു നരകിച്ച ജീവിതമായിരിക്കും. ഡയാലിസിസ് ഒക്കെ പല വ്യക്തികളും എടുക്കുന്നു. ഇപ്പോൾ ആ വ്യക്തികളോട് ഇതൊക്കെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയും, ഡോക്ടർ ഇത് നേരത്തെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനിത് നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ശരിയാക്കിയേനെ എന്ന് പറയും. കാരണം ഒരു പ്രശ്നമുണ്ടായപ്പോൾ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതല്ല നമുക്ക് വേണ്ടത്. നിങ്ങളിത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ വിഷമിക്കും, നമ്മളത് ശരിയാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്. പക്ഷേ പ്രോബ്ലം വരാത്തപ്പം നമ്മൾ കുറച്ച് അഹങ്കാരത്തോടെ ജീവിക്കാൻ നോക്കും. അതുപോലെ നമ്മൾ പറയും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് വിചാരിക്കും. പക്ഷെ ഒരു പ്രശ്നം വന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ മരുന്നുകൾ കഴിച്ച് ജീവിതകാലം മൊത്തം ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴേ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് തരാൻ തന്നെയാണ്. അപ്പം ഈ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പാണ്. നിർബന്ധമായിട്ട് ഇത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വണ്ണം കുറയ്ക്കാനും ഫാറ്റി ലിവർ കുറയ്ക്കാനും അതുപോലെ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടുള്ള എല്ലാ ടിപ്പുകളും സ്ഥിരമായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നുണ്ട്. അത് കൂടാതെ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് ചാനലിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ മെത്തേഡ്സിനെ കുറിച്ചെല്ലാം നമ്മുടെ ഡോക്ടർ ഡി ഇന്നർ സർക്കിളിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചോദിച്ചാൽ അതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്.